In the name of Almighty, the most gracious, the most merciful. Praises be to Almighty, the Creator of the world, the honor of last judgment day. Peace be upon His messenger, Prophet Muhammad. Peace be upon him and his followers. Respected parents, loving students, and all here audience, very warm welcome. Assalamu alaikum wa rahmatullah. At the outset of this speech, let me express my appreciation and gratitude to all my students, those who got admission in our institution. So this is a great opportunity for you. Considering you and parents, the all audience, let me say about importance of communication. ഭാഷ അറിവിൻ്റെ കീയാണ്, താക്കോലാണ്. അന്വേഷിക്കാനും പഠിക്കാനും കരഗതമാക്കാനുമുള്ള ആദ്യ ചുവടുവെപ്പാണ് ഭാഷ കരസ്ഥമാക്കുക എന്നുള്ളത്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ അക്കാഡമിക്സിന് കരിക്കുലത്തിന് 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അക്കാഡമിക് കോമ്പറ്റൻസി. പഠിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഏറ്റവും ശക്തരായിരിക്കണം, നമ്മൾ ഏറ്റവും കഴിവുള്ളവരായിരിക്കണം, അതിലേറ്റവും എക്സലൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അറിഞ്ഞ കാര്യങ്ങൾ, നാം നേടിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഒന്ന് കോ കരിക്കുലർ ആക്ടിവിസം. നമ്മുടെ കഴിവുകളെ നമ്മൾ പ്രദർശിപ്പിക്കുകയും അത് നമ്മൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഈ കോ കരിക്കുലർ ആക്ടിവിസത്തിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട്. എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് സംസാരിക്കുക. ഞാൻ പറഞ്ഞു, യു ക്യാൻ ഗോ എനിവെയർ ആൻഡ് എവരിവെയർ ഓഫ് ദി യൂണിവേഴ്സ് വിത്ത് വൺ ഇമ്പോർട്ടൻറ്റ് വിസ ആൻഡ് ദാറ്റ് ഈസ് എ പാസ്പോർട്ട് ഓൾസോ. ലോകത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള ഒരേ ഒരു ടൂളാണ് ഭാഷ എന്ന് പറയുന്നത്. പ്രധാനമായും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദർ ആർ 2 ഗ്ലോബൽ ലാംഗ്വേജസ്. 2 ലോക ഭാഷകളുണ്ട്. ഏതാണത്? ഗുഡ്സ്. അതൊന്ന് ഇംഗ്ലീഷ്. വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? റൈറ്റ്സ്, അറബിക്. എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, ലോകത്തിലെവിടെയും നിങ്ങൾക്ക് സാധ്യമാവുന്ന അത്ര അറിവുകൾ നിങ്ങൾ കരസ്ഥമാക്കാനുള്ള ഒരേ ഒരു ഉപാധി അറബി ഇംഗ്ലീഷ് ഭാഷകൾ കരസ്ഥമാക്കുക എന്ന്. ഇതൊരു വാതിലാണ്, അറിവിൻ്റെ വലിയ ലോകത്തേക്ക് തുറക്കപ്പെടുന്നൊരു ജാലകമാണിത്. ഇതൊരു വാതായനമാണിത്. എന്താ ചെയ്യുക? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, കഴിഞ്ഞ +2 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വി കുഡ്ന്റ് ഗെറ്റ് എ ചാൻസ് ടു നോ മോർ അബൌട്ട് ലാംഗ്വേജ് റാദർ ദൻ സബ്ജക്ട്സ്. എൻ്റെ ഒരു അധ്യാപക സുഹൃത്ത് പറയാറുണ്ട്, നമ്മുടെ ഭാഷയുടെ പരിമിതി അതൊരു സബ്ജക്റ്റ് പോലെ പഠിപ്പിക്കുന്നു. സയൻസ് പോലെ, കെമിസ്ട്രി പോലെ, മാത്സ് പോലെ ഇംഗ്ലീഷിനെയും അറബിയെ പഠിപ്പിക്കുന്നതാണ്. ഇറ്റ്സ് എ റോങ് കോൺസെപ്റ്റ്. ഇപ്പം ഭാഷയായി പഠിപ്പിക്കുകയും ഭാഷ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു മീഡിയം എന്ന നിലയ്ക്ക് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഭാഷ ഏറെ ഹൃദ്യമായി തീരുക. നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ഭാഷ കരസ്ഥമാക്കണമെന്നുണ്ടോ? ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് എത്തിപ്പെടാത്തിടങ്ങളിൽ എത്താൻ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ലോകത്തെ നിങ്ങൾ കാണാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നിങ്ങൾ ആ നാടിനെക്കുറിച്ച്, നിങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്യുക.
നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ കരസ്ഥമാക്കണമെന്നുണ്ടോ? നിങ്ങൾക്ക് അറബി ഭാഷ കരസ്ഥമാക്കണമെന്നുണ്ടോ? യെസ്, കം വിത്ത് മീ, എൻ്റെ കൂടെ പോയി ഞാൻ പറഞ്ഞുതരാം. പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു ബി പാഷനേറ്റ്. നമ്മൾ പാഷനേറ്റ് ആയിരിക്കണം. പാഷനേറ്റ് മീൻസ് ഗ്രേറ്റ് ഡിസയർ ടു അക്വയർ, നേടിയെടുക്കുവാനുള്ള അഭിവാഞ്ചയാണ്, അതിയായ ത്വരയാണ്, അതിയായ ആഗ്രഹമാണ് പാഷൻ എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻ്റെ ഒരു വാചകമുണ്ട്. ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, ഐ ഹാവ് നോ സ്പെഷ്യൽ സ്കിൽസ് ബട്ട് ഐ ആം പാഷനേറ്റ്ലി ക്യൂരിയസ്. എനിക്ക് വലിയ കുറേ വിവരങ്ങളും അറിവുകളൊന്നുമില്ല, പക്ഷെ ഒന്നുണ്ട്, ഞാൻ അതിയായ ജിജ്ഞാസാലുവാണ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് വെരി ഗ്രേറ്റ് പോയിന്റ്സ്. ബി പാഷനേറ്റ്. ഭാഷ കരസ്ഥമാക്കണം എന്നുള്ള തീരുമാനം ഉറപ്പിക്കുക, എന്നിട്ട് നമ്മൾ മുന്നേറുക. ഒന്നാമത്തെ പോയിന്റ് പാഷനേറ്റ് ആയിരിക്കുന്നത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. രണ്ടാമത്തെ പോയിന്റ് റെഡിനെസ്. നമ്മളതിന് തയ്യാറാവുക. എനിക്ക് ഭാഷ കരസ്ഥമാക്കണം, അത് എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒന്നല്ല, പക്ഷെ സാധ്യമാവും. അതിൽ വിജയികളുടെ ഒരു മന്ത്രമാണ്, വിജയികളുടെ മന്ത്രം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ബട്ട് പോസിബിൾ. പ്രയാസമാണ്, പക്ഷെ സാധ്യവും. ഐ വിൽ ട്രൈ. പരാജിതന്മാർ പറയാൻ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് പോസിബിൾ ബട്ട് ഡിഫിക്കൽട്ട്. കഴിയുകയൊക്കെ ചെയ്യും, പക്ഷേ പ്രയാസം. ടേക്ക് ദ ഫസ്റ്റ് വൺ. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ബട്ട് പോസിബിൾ. പ്രിയ വിദ്യാർത്ഥികളെ, കഴിയും എന്നുള്ള ഒന്നാമത് റെഡിനെസ്. ഫസ്റ്റ് പാഷനേറ്റ്, സെക്കൻഡ് റെഡിനെസ്. നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ദെൻ വെയ്സ് ആൻഡ് മീൻസ്, അതിൽ മാർഗങ്ങൾ നമ്മൾ പഠിക്കണം. ഭാഷ പഠിക്കാനുള്ള മാർഗം എന്താണ്? ഭാഷ എന്തിനുള്ളതാണ്? ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്, ആശയങ്ങൾ കരസ്ഥമാക്കാനാണ്, നോളജ് അക്വിസിഷനാണ്, നോളജ് ഡിസ്ട്രിബ്യൂഷനാണ്, നോളജ് ഡെവലപ്മെൻ്റാണ്, നോളജ് ക്രിയേഷനാണ്. ഇതിനൊക്കെ ഭാഷ വേണം. എനിക്ക് കുറേ അറിവുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ വലിയ വിജ്ഞാനിയായ ഒരു മനുഷ്യൻ, വലിയ കഴിവുള്ള മനുഷ്യന്, പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവുകളെല്ലാം പൂതലിച്ചു പോകും. അദ്ദേഹം അത് ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം, ഭാഷാശൈലി വേണം, അതിനെ പ്രകാശിപ്പിക്കാനുള്ള കഴിവ് വേണം. സോ കം ടു ദി പോയിന്റ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഭാഷ കരസ്ഥമാക്കുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് പാഷനേറ്റ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് റെഡിനെസ്. ഗുഡ്, റെഡിനെസ്. അങ്ങനെ നമ്മൾ റെഡിനെസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മൂന്നാമത്തെ പോയിന്റ് സെൽഫ് പ്രിപ്പറേഷൻ. നമ്മൾ സ്വന്തമായി ചില പ്രിപ്പറേഷനുകൾ. അധ്യാപകൻ ക്ലാസ്സിലെ 45 മിനിറ്റിൻ്റെ, ഇപ്പോൾ ഓൺലൈനിൽ ഒരു 40 മിനിറ്റിൻ്റെ പരിമിതി നിന്നുകൊണ്ട് ഭാഷ പഠിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. ചില ഓപ്പണിങ്സ് മാത്രമാണ് അധ്യാപകർ നൽകുക. പിന്നീടുള്ള ഏത് വലിയ ഭാഷാ നിപുണനെയും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവരെല്ലാം സ്വന്തമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ് ഈ ഒരു പീക്കിലേക്ക് അവർ എത്തിയത്. അതുകൊണ്ട് സ്വന്തമായ പരിശ്രമം അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം. അതുകൊണ്ട് 2 കാര്യങ്ങൾ, പ്രിക്യൂഷൻസ്, മുൻകരുതൽ നിലയ്ക്ക് നിങ്ങളോട് പറയണം. ഓ, നീ വലിയൊരു ഭാഷാപഠനം, ഓ ഇപ്പോൾ എപ്പോഴും ഇംഗ്ലീഷാണ് പറയുന്നത്, ഇപ്പോൾ എപ്പോഴും അറബിയാണ് പറയുന്നത് എന്ന സംഭാഷണം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഡോണ്ട് മൈൻഡ് ഇറ്റ്. അത് നിങ്ങൾ ചെവി കൊടുക്കരുത്. കാരണം നിങ്ങളുടെ യാത്രയെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾ ഒരിക്കലും അതിനെ ചെവി കൊടുക്കരുത്. നമ്പർ 1 പ്രിക്യൂഷൻസ്. നമ്പർ 2 ആക്സെപ്റ്റ് മിസ്റ്റേക്സ്. നമ്മൾ പറയുന്നതിന് മിസ്റ്റേക്ക് ഉണ്ടാവും. ഭാഷ എൻ്റേതാണ്, ഞാനുള്ള ഭാഷ പറയും. അത് നിങ്ങളിലേക്ക് എത്താൻ ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നത് എൻ്റെ ഒരു സ്വാതന്ത്ര്യവും എൻ്റെ ഒരു നിലപാടുണ്ട്. പക്ഷേ എന്നാൽ പോലും ചില മിസ്റ്റേക്കുകൾ അതിലുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാണ്. ഇതാണ് അതിൻ്റെ പ്രിക്യൂഷൻ, അതിൻ്റെ മുൻകരുതൽ എന്ന നിലക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഭാഷയിൽ പ്രധാനമായും 4 മേഖലകളുണ്ട്. ഒന്ന് ലിസണിങ് എന്നാണ് പറയുന്നത്, കേൾക്കുക. അപ്പോൾ കേൾക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിൻ്റെ സോഴ്സിൽ നിന്ന്, ഇംഗ്ലീഷ് അറിയുന്ന ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുക, അറബി സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുക. ലോകത്തെ എല്ലാ ഭാഷയും അങ്ങനെയാണ്. ആദ്യത്തെ കേൾവിയിലൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല.
നിങ്ങളൊരു ന്യൂസ് കേട്ട് ഒരു ന്യൂസ് കേട്ട് ഒരു ഇംഗ്ലീഷ് എന്തെങ്കിലും കേട്ടതിന് ശേഷം നിങ്ങളൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പരിതപിച്ചൊരു കാര്യമില്ല. ഇറ്റ്സ് ക്വൈറ്റ് നേച്ചർ. അതേ കാര്യം രണ്ടാമതൊന്ന് കേട്ട് നോക്കൂ, റെപ്പറ്റേഷൻ കേട്ട് നോക്കൂ, നിങ്ങൾ കുറച്ച് മനസ്സിലാവും. വീണ്ടും കേട്ട് നോക്കൂ, കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. സോ ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു റെക്കമെൻഡ് യു, നമ്പർ 1, ഇംഗ്ലീഷ് ന്യൂസുകൾ ധാരാളമായി കേൾക്കും. കഴിയുമെങ്കിൽ റേഡിയോ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. റേഡിയോ ന്യൂസുകൾ സ്ഥിരമായി കേൾക്കാൻ ശ്രമിക്കുക. രാവിലെ 6 മണിക്ക് ന്യൂസുണ്ട്, 8:15 ന്യൂസുണ്ട്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ന്യൂസുണ്ട്, വൈകുന്നേരങ്ങളിൽ ന്യൂസുണ്ട്. ഈ ന്യൂസുകൾ കേൾക്കുക. ഇപ്പോഴത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ന്യൂസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇതിൽ നിങ്ങൾക്ക് AIR നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ചാനലിൽ പോയി നിങ്ങളുടെ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ന്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കേൾക്കാനും കഴിയും. അതേ ന്യൂസിൻ്റെ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് റീഡ് ചെയ്യാനും കഴിയും. അപ്പോൾ അത് ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങളത് റീഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ആക്സെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഒരു കോൺസെപ്ച്വൽ ലേണിംഗ് എന്നത് കൂടിയിട്ട് സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ എൻ്റെ പോയിന്റ് ലിസണിങ് ആണ്. ഒറിജിനിൽ നിന്ന് ലിസൺ ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ല വേസ് ആണ് നമ്പർ 1 ന്യൂസ് കേൾക്കുക. ഒന്ന് റേഡിയോ ന്യൂസ്, രണ്ടാമത്തെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, TV-യിലൂടെയുള്ള ന്യൂസ് ചാനലുകൾ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സ്പീച്ച്. നല്ല ഗുഡ് സ്പീക്കേഴ്സുണ്ട്. നല്ല ഗുഡ് സ്പീക്കേഴ്സിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഭാഷ അത് കേൾക്കുമ്പോൾ സ്വാഭാവികം നിങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, എടുത്തെടുക്കും. ഇപ്പോൾ ലാംഗ്വേജ്, അതിൻ്റെ ആക്സെൻറ്റ്, അറബി ഭാഷയാണെങ്കിൽ പോലും ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ആക്സെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു നല്ല മാർഗ്ഗമാണ് എന്ത് ചെയ്യും, സ്പീച്ച് കേൾക്കുക എന്നത്. ഇതൊക്കെ കേൾവിയെക്കുറിച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ പറയാനായിട്ടില്ല, ഒക്കെ കേട്ടുകൊണ്ടിരിക്കുക. മറ്റൊന്ന് ഡിസ്കഷനുകൾ കേൾക്കുക. ഡിസ്കഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ കോമൺ ഭാഷ ശൈലികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കഷനിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഐ അഗ്രി വിത്ത്, ഐ ഡു അപ്പോസ് എന്നൊക്കെ പറയാവുന്ന സിമ്പിൾ സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെയാണ് ഒരു ഡിസ്കഷൻ സ്റ്റൈലി കേൾക്കുക എന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്നെന്താ വെച്ചാൽ ഫിലിംസ് നമ്മൾ വാച്ച് ചെയ്യും, ഇംഗ്ലീഷ് ഫിലിംസ് വാച്ച് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാഷകൾ. ഇപ്പോൾ നമുക്കറിയാം ചെറിയ മക്കൾ അവർ ചെറിയ വീഡിയോകൾ, ഉദാഹരണം പറഞ്ഞാൽ അവർ കൊച്ചു TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടാവും. അവർ നമ്മളെക്കാൾ ചില സമയത്ത് ആപ്റ്റായ ഭാഷകൾ ഉപയോഗിക്കും. വണ്ടർഫുൾ എന്നൊക്കെ ഉപയോഗിക്കുന്നതാണ് പറ്റും. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കും ആപ്റ്റായിട്ട് എന്ത് ചെയ്യും അവർ പറയും. ബി കെയർഫുൾ എന്നൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ അവർ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കുക എവിടെയാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്, അവർക്കതിന് അർത്ഥം അറിഞ്ഞുകൊള്ളുന്ന പോലുമില്ല. സോ ദാറ്റ് ഈസ് ദി listening. It has a great importance influence for improving our communication or our language. Point 1. And second point, speaking. കേട്ടാൽ പോരാ, കേൾക്കുന്നത് പറയണം, പറഞ്ഞേ മതിയോ. അപ്പോൾ നാവിൽ വരുമ്പോഴാണ് നമ്മളുടെ ഭാഷയുടെ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നതിനെ കസ്റ്റമൈസ് ചെയ്യും. കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഭാഷയായിട്ട്, നമ്മുടെ ഒരു വാക്കായിട്ട്, നമ്മുടെ ശൈലിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് അത് നമ്മുടേതായി മാറുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, സ്പീക്കിംഗ്, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടിൻ്റെ 2 കുട്ടികളോ 2 ആളുകളോ തമ്മിലൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നത്, ഇൻ്റർപേഴ്സണൽ ആളുകൾക്കിടയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ലിസൺ ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. ഇങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. നമ്മോട് സംസാരിക്കും, ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെ. നമുക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഇന്നൊരു പ്രഭാഷണമുണ്ട്, ഇന്നൊരു ക്ലാസ്സിൽ പ്രസൻറ്റേഷൻ ഉണ്ട്. ആ പ്രസൻറ്റേഷനിൽ അവതരിപ്പിക്കാതെ നമ്മളെന്ത് ചെയ്യും, നമ്മോട് തന്നെ സംസാരിക്കുന്നു. അത് നിങ്ങളിന്ന് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സ്ഥലത്താണെങ്കിലും ഈവൻ ബാത്റൂമിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കുറച്ചുകൂടി ശബ്ദത്തിൽ സംസാരിക്കാൻ ശ്രമിക്കും. ഇതാണ് രണ്ടാമത്തെ മാർഗം. ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെ തന്നെ ഭാഷ പഠിക്കും. ഇതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം എന്താ വെച്ചാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ. നമ്മൾ കേട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള പാഷനേറ്റായ ഡിസൈഡായ കുറേ കുട്ടികളുടെ ഒരു കൂട്ടമാണ് നിങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്യും. ആ ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, ബോധപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് സംസാരിക്കും, ബോധപൂർവ്വം നിങ്ങൾ അറബിക് സംസാരിക്കും.
അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്തൊരു പുതിയ വാക്കുണ്ട്, ആ വാക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ സുഹൃത്തിന് കിട്ടും. സുഹൃത്തിൻ്റെ കയ്യിൽ നല്ലൊരു ഭാഷയുണ്ട്, നല്ലൊരു വാക്കുണ്ട്, നല്ലൊരു സ്റ്റൈലിൻ ഒരു ഒരു ഫ്രേസ് ഉണ്ട്, ആ ഫ്രേസ് അദ്ദേഹം ഉപയോഗിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊടുത്തും കേട്ടും പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഭാഷയെ എങ്ങനെ വികസിപ്പിക്കാൻ പറ്റും. ഇന്നലെയുള്ള ഞാനല്ല ഭാഷാപരമായി ഇന്ന്. സോ ഇഫ് യു എൻഗേജ് സച്ച് ഡിസ്കഷൻസ്, ഓക്കെ, കീപ് ഇറ്റ് ആൻഡ് സ്പീക്ക് വിത്ത് നാറ്റീവ് സ്പീക്കേഴ്സ്. കഴിയുമെങ്കിൽ അങ്ങനെ നാറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കും. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് നമുക്ക്, അതുപോലെ തന്നെ ഓൺലൈൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഭാഷാപരമായി സംസാരിച്ച് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, എനിവേ ദാറ്റ് യുവർ ഏരിയ യു ക്യാൻ ഡെവലപ്പ് ആൻഡ് യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പ്ലീസ് കീപ് ഇറ്റ്. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് വൺ ഈസ് ദി റീഡിങ്. ഭാഷ എന്ന് പറയുന്നത് ഇതിങ്ങനെ യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഭാഷ നമ്മൾ എത്ര കണ്ട് നമ്മൾ വായിക്കുന്നുവോ അത്രയും ഭാഷ നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. വായിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഷ അനുസരിച്ച് നമ്മുടെ ഭാഷ വികസിക്കും. ഇപ്പം ബഷീർ സാഹിത്യങ്ങൾ മാത്രം അങ്ങനെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബഷീർ സാഹിത്യത്തിൻ്റെ ഭാഷാശൈലിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും സ്വീകരിക്കും. കുറേ കൂടി എന്ത് ചെയ്യുന്നു, മറ്റൊരു സ്റ്റൈൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് ആ ഭാഷ കിട്ടും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ എത്ര വികസിക്കണമെന്നത് നമ്മൾ വായിക്കുന്ന പുസ്തകത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും നല്ല ഗ്രേറ്റ് വെപ്പൻ, ദ ഷാർപ്പ് വെപ്പൻ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ. എല്ലാ സ്ട്രക്ചറുകളും എല്ലാ ഫ്രേസുകളും പുതിയ ശൈലികളും. കാരണം പത്രക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരിങ്ങനെ പുതിയ ദിനംപ്രതി ഇന്നോവേറ്റീവായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ ഭാഷ കരസ്ഥമാക്കാൻ ശ്രമിക്കുക. പത്രം വായിക്കാൻ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 3/4 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ മാറ്റി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. If you are passionate, you should have to give a space for reading English newspapers. ഏതും ആവും, അതിന് ഞാൻ പ്രത്യേകം ഇന്ന പത്രം വേണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കും. നിങ്ങൾക്ക് ഒരു പേജാണെങ്കിലും ശരി, ഒരു പേജാണെങ്കിലും അതൊരു ഭാഷാ ശൈലി മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് ഓൺലി ദി വേ. നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു പത്രം നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഡിക്ഷണറികൾ ധാരാളമായി ആവശ്യമായിട്ട് വരും. പിന്നെ നിങ്ങൾ ഡിക്ഷണറിയുടെ ആ ഒരു പിന്നെ റെഫറൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ പോലും ഞാൻ പറയും ഡിക്ഷണറി വേണ്ടി വരും. കാരണം പുതിയ വാക്കുകൾ, പുതിയ ഭാഷകൾ, പുതിയ ശൈലികൾ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഭാഷാ ശൈലികൾ, പാൻഡമിക്, ഇങ്ങനെ ധാരാളം അൺപ്രസിഡൻറ്റഡ് എന്നൊക്കെ പറഞ്ഞ ധാരാളം ഭാഷാ ശൈലികൾ നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്തിട്ട് വായിക്കാൻ പറ്റും. ചിലപ്പോൾ റെയിൻ, മഴ, അതിശക്തമായ ടൊറൻഷ്യൽ റെയിൻ, ലാൻഡ് സ്ലൈഡ്സ്, നമ്പർ ഓഫ് വേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു ഭാഷാ ഡയറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടു, ഇപ്പോൾ ഉദാഹരണം ഒരു ഒബിച്വറി, പിന്നെ ഏതെങ്കിലും ഒരു മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അറ്റാക്കിനെ കുറിച്ച്, ഇന്ത്യ ചൈന അറ്റാക്കുമായി ബന്ധപ്പെട്ട ന്യൂസ് നിങ്ങൾ വായിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായും ഒരു ഇൻ്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകൾ നിങ്ങൾക്ക് അതിന് കരസ്ഥമാക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വികസിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ശൈലിയുള്ള ഭാഷ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂസ് പേപ്പർ ആയിരിക്കണം. ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഏത് ന്യൂസ് പേപ്പർ ആവാം. പക്ഷേ ഇങ്ങനെ ഭാഷയെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. സെക്കൻഡ്, ഇൻ റീഡിങ് മാഗസിൻസ്. മാഗസിൻ എന്നാണ് അതിൽ സിമ്പിൾ ടു കോംപ്ലക്സ്. എത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏറ്റവും സിമ്പിളായ കുട്ടികൾ വായിക്കുന്ന കൊച്ചു പുസ്തകങ്ങൾ, ചിത്രമുള്ള ചെറിയ കഥകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യും. ഒരിക്കലും ഒരു കുറവായിട്ടോ ഒരു പരിമിതിയായിട്ടോ നിങ്ങൾ കാണരുത്. ഭാഷ, ഞാൻ പറഞ്ഞു, ഭാഷയിൽ പരിമിതിയില്ല, കുറവില്ല. ഒരുപക്ഷെ ഒരു പേജിൽ നിന്ന് കിട്ടുന്നത് ഒരു പുതിയ വാക്കായിരിക്കും. നമ്മൾ പരിഗണിക്കാതെ നിലത്ത് കിടക്കുന്ന പേപ്പറിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്ക് കിട്ടും, പ്ലീസ് നോട്ട് ഇറ്റ്. നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നാവിലിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയായിട്ട് മാറും. നിലത്ത് കിടക്കുന്ന പേപ്പറിലെ ഭാഷ അല്ലെങ്കിൽ അതിൽ വരുന്ന അക്ഷരം നിങ്ങളുടെ ഭാഷയായിട്ട് മാറ്റാൻ നിമിഷങ്ങൾ മതി. ഡോണ്ട് ലീവ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വേറൊരു നല്ല ഒരു അത്ഭുതകരമായ ഒരു മാർഗം കഴിച്ചാൽ ഖുർആൻ റെസിറ്റേഷൻ. നിങ്ങൾ ഖുർആൻ വായിക്കുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഖുർആൻ അറിയാം, നിങ്ങൾക്ക് ഖുർആനിലെ കുറേ ഭാഗങ്ങൾ അർത്ഥം അറിയാം. ഡെഫിനറ്റ്ലി യു ഹാവ് ടു റെഫർ
ഖുറാൻ ട്രാൻസ്ലേഷൻ കോഴ്സ്. നല്ല ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഭാഷയും പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഖുർആൻ പഠിക്കാൻ പറ്റും, അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും, അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഭാഷയും മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി ഈസി, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെർച്വൽസ്. നിങ്ങൾക്കത് ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പോയിൻ്റാണെന്നില്ല, ലിറ്റിൽ മാഗസിൻസ്, ചെറിയ കുഞ്ഞു മക്കളുടെ മാഗസിൻസുകൾ വായിച്ചു തുടങ്ങുക. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറോഷ്യസ് റീഡിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റും. മാഗസിൻ, സ്റ്റോറീസ്, നോവൽസ്, ഫിക്ഷൻസ്, autobiographies, everything, different categories are available. Go get into any one of the area and that you go into depth of the knowledge. രണ്ടുണ്ട് കാര്യം, ഭാഷ കിട്ടും, രണ്ട് തീം മനസ്സിലാക്കും, ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഭാഷ വായിക്കുന്നതിന് 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നും തീം കിട്ടുക എന്നുള്ളത്. നമ്മൾ വായിച്ചൊരു വിഷയത്തെക്കുറിച്ച് തീം നമുക്ക് മനസ്സിലാവും, ആശയം മനസ്സിലാവും. രണ്ടാമത്തൊന്ന് നല്ല വാക്കുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത്. മൂന്നാമത്തൊന്ന് നല്ല ഫ്രേസുകൾ, നല്ല ശൈലികൾ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടേതായിട്ട് ഉപയോഗിക്കുന്നതോടുകൂടി പിന്നെ അത് നമ്മുടേതാണ്, അതിൻ്റെ പിന്നെ അധികാരം, ഉടമസ്ഥാവകാശം നമ്മുടേത് മാത്രമാണ്. പ്രിയ ഡിയർ സ്റ്റുഡൻസ്, കം ടു ദി പോയിന്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ആൻഡ് ലാസ്റ്റ്, റൈറ്റിംഗ്. വായിച്ച കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ എഴുതണം. എഴുത്ത് ഇറ്റ്സ് എ സെൽഫ് കറക്ഷൻ മെക്കാനിസം. സ്വന്തം കറക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് എന്ത് ചെയ്യും. എഴുതുമ്പോഴാണ് ഗ്രാമർ മിസ്റ്റേക്സുകൾ പ്രശ്നമായിട്ട് വരും, ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സുകൾ പ്രശ്നമായിട്ട് വരും. ഓട്ടോ കറക്ഷൻ അവിടെ കറക്റ്റ് ചെയ്യണം. ഇത് എന്ത് ചെയ്യും, അവിടെയാണ് നമ്മുടെ ഭാഷ ഇനിയും വികസിക്കണം എന്ന് തോന്നുക, കൂടുതൽ വായിക്കണം എന്ന് തോന്നുക. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക, ഉപയോഗിക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ള ഭയങ്കര എന്ത് ചെയ്യും നമ്മളെ കൺഫ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യും മാറ്റിയെടുക്കാൻ കഴിയും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യും എഴുതിക്കൊണ്ടിരിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ആൻഡ് ടേക്ക് വൺ പേഴ്സൺ ആസ് യുവർ മെൻറ്റർ. ഭാഷയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരാളെ നിങ്ങളുടെ മെൻറ്ററായിട്ട് നിങ്ങൾ സ്വീകരിക്കും, നിങ്ങളുടെ ഒരു ഡയറക്ടറായിട്ട് സ്വീകരിക്കും, നിങ്ങളുടെ ഒരു എഡിറ്ററായിട്ട് സ്വീകരിക്കും. വരുന്ന മിസ്റ്റേക്കുകൾ ചോദിക്കാനും വിളിക്കാനും പറയാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു മെൻറ്റർ. ഈവൻ ഇറ്റ്സ് ടീച്ചർ ഓർ നോൺ, ഇറ്റ്സ് നോട്ട് ഐ ഓൾസോ റിലേറ്റീവ് ഓർ എനി പേഴ്സൺ ഫ്രം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇങ്ങനെ ഒരു മെൻറ്ററെ നിങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ അവരുമായി ഷെയർ ചെയ്യുക, അവരിലെ വാക്കുകൾ അവർ നിങ്ങൾ കേൾക്കുക. ദാറ്റ് ഇസ് ദ വേ. വീക്ക്ലി വൺസ് യു ഹാവ് ടു സ്പീക്ക് വിത്ത് ദം. അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത്. സ്വാഭാവികമായി മക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താ വെച്ചാൽ പല ആക്സെൻറ്റുകൾ മനസ്സിലാക്കുന്നതിൽ പ്രതിസന്ധിയായിരിക്കും. സിമ്പിളാണ്. ഒരു ഭാഷയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ, ആൾ എന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെ, സ എന്ന് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെറിയ ഭാഷാ ശൈലികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് മനസ്സിലാവും. ഷെഡ്യൂൾ നമ്മൾ പറയാം, സ്കെഡ്യൂൾ എന്നാണ് ശരിക്കും എന്ത് ചെയ്യും ഇംഗ്ലീഷ്. സ്കെഡ്യൂൾ, SCHEDULE, സ്കെഡ്യൂൾ, നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടെന്ന കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതാണെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ പറയുന്നത്. അവസാനമായിട്ട് നമുക്ക് ഭാഷ അറിയോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല ഭാഗം എന്താ വെച്ചാൽ പ്രിപ്പയർ ചെയ്യുക മാഗസിൻ. സ്വന്തമായിട്ടൊരു മാഗസിൻ തയ്യാറാക്കുക. എല്ലാം അതിൻ്റെ ഒരു എഡിറ്റോറിയൽ ബോർഡ് ശൈലി ഉണ്ടാവും, അതിൽ സ്റ്റോറി എഴുതുക, സ്റ്റോറിയുടെ ഭാഷാ ശൈലി മനസ്സിലാവും. പോം തയ്യാറാക്കുക, ആ പോം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഭാഷാ ശൈലി മനസ്സിലാവും. ഇങ്ങനെ ഒരു ഹെട്രോജീനിയസ് സ്റ്റൈലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടേതായ ഒരു ഓൺ മാഗസിൻ തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും ഭാഷയുടെ എല്ലാ വ്യത്യസ്ത തലങ്ങളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വികസിക്കാൻ പറ്റും. തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ആനുവൽ മാഗസിൻസുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഓടി ഒരു ഓട്ടപ്രദർശനം വെക്കുകയും ഒന്ന് ബോധപൂർവ്വം വായിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ദാറ്റ്സ് എ തിങ്. ഓക്കെ, എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കും. ദാറ്റ്സ് ദി ഡയറി. നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ലാംഗ്വേജ് ഡയറി, അത് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും അറബിക് ഭാഷയിൽ നിന്നും ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അങ്ങനെ ഉണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധാരാളം വികസിക്കണം. ഇറ്റ്സ് പോസിബിൾ, സാധ്യവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇന്ന് തന്നെ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ന്യൂസ് കാണുക, കേൾക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു പോകും. ഇറ്റ്സ് പോസിബിൾ. ലോകം അങ്ങനെയാണ്, നമ്മുടെ കൂടെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പോലെയാണ് നമ്മുടെ ലോകം രൂപപ്പെടുക. ടുമോറോ ഈസ് അൺസർട്ടൈൻ, നാളെ അൺസർട്ടൻ ആണ്. ബട്ട് ടു ബി സർട്ടൈൻ, പക്ഷെ അത് സർട്ടൈനാക്കി മാറ്റാൻ വി ഹാവ് ടു ട്രൈ ടുഡേ. സ്റ്റുഡൻസ്, try yourself. Language is very simple. It's the way to develop our wisdom, knowledge and the realm of understanding.
താങ്ക് യു ഫോർ ലിസണിങ്. എല്ലാവർക്കും നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു വലിയ ആശയമുള്ള കലാലയത്തിൽ, അറിവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കലാലയത്തിലാണ്. സോ ഐ എം വെരി ഹാപ്പി. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും പ്രത്യേകമായ കടപ്പാടും അറിയിക്കുന്നു. മുന്നേറുക. കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. നിങ്ങളെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ ഭാഷയുണ്ടെങ്കിൽ. ഭാഷ നിങ്ങൾക്ക് ആശയം നൽകും. ആശയം നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തും. ആ വ്യക്തിത്വം നിങ്ങളെല്ലാവരുടെ മുകളിലും അതിജയിച്ച് നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകും. ബി പോസിറ്റീവ്, ഡു യുവർ ബെസ്റ്റ്, ഡെഫിനറ്റ്ലി ടുമോറോ, നാളെ നിങ്ങളുടേതാണ്. ഓക്കെ, ദി ലാസ്റ്റ് വേർഡ്, എഫേർട്സ് നെവർ ഫെയിൽ. അധ്വാനം പാഴാകില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മൈസെൽഫ്, ഹാരിസ് ലക്കി. താങ്ക് യു. Have a great day. Have a great future.